ജാതി ചർച്ച ചെയ്യുന്ന ഒരു നിലവാരത്തിലേക്ക് പ്രബുദ്ധ മലയാളി മാറിയിരിക്കുന്നു. താങ്കളുടെ നിരീക്ഷണം? പ്രബുദ്ധ മലയാളി കുറേ കാലമായിട്ട് ജാതി മാത്രം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമായിട്ട് മാറിയിട്ടുണ്ട്. അത് ഈ ജാതി ചർച്ച ചെയ്യാൻ വേദി ഒരുക്കിയിരിക്കുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയയാണ്. സോഷ്യൽ മീഡിയയിലേക്ക് തുറന്നു നോക്കിയാൽ തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത സമുദായത്തെ എന്തു പറഞ്ഞും അപമാനിക്കാൻ ശ്രമിക്കുന്ന ചില ആളുകൾ, ദുരന്തത്തിൽ ജാതി കാണുന്ന പവിത്രനെ പോലെയുള്ള നാൽക്കാലി മൃഗങ്ങൾ. അയാൾക്ക് ഒരു മൃഗത്തിന് ഡെപ്യൂട്ടി തഹസീൽദാരൻ കേരളത്തിൽ കഴിയുമെന്ന് തെളിയിച്ച ആളാണ് പവിത്രൻ. അതുകൊണ്ട് ഞാൻ അയാളെക്കുറിച്ചൊന്നും പറയുന്നില്ല. ആ പറയാൻ തക്ക വിധത്തിലുള്ള പ്രാധാന്യം പവിത്രനുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷെ പവിത്രൻ്റെ മനോഭാവം അത് വെച്ച് പുലർത്തുന്ന ഒരുപാട് ആളുകളെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ കണ്ടുമുട്ടാം. പവിത്രൻ പരസ്യമായി പറഞ്ഞു, പറയാത്ത പല പവിത്രന്മാരും നമുക്ക് ചുറ്റുമുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. എന്തായി കേരളം ഇങ്ങനെ ആയിപ്പോയി? അല്ല, കേരളം അങ്ങനെ ആയതല്ലത്. പവിത്രന്മാർ വളരെ കുറവാണ്. ഒരു മൈക്രോസ്കോപ്പിക് മൈനോറിറ്റിയാണ്. എൻ്റെ കാരണം ഇതൊരു ജനറ്റിക് പ്രോബ്ലമാണ്. ജനറ്റിക് പ്രോബ്ലം എന്ന് ഞാൻ പറഞ്ഞത് നമ്മുടെ ജീനുകളാണ് നമ്മുടെ സംസ്കാരത്തെ, നമ്മുടെ ആഭിജാത്യത്തെ, നമ്മുടെ കുലീനത്വത്തെയൊക്കെ തീരുമാനിക്കുന്ന ജീനുകളാണ്. ജീനുകൾക്ക് ജാതിയും മതമൊന്നുമില്ല. നമ്മളൊരു ഓഫീസിലേക്ക് പോവുക, നമ്മളെ സഹായിക്കാൻ സന്നദ്ധരായിരിക്കുന്ന ഒരുപാട് ഉദ്യോഗസ്ഥന്മാരെ നമുക്ക് കാണാം. മനഃപൂർവ്വം നമ്മളെ ദ്രോഹിക്കണമെന്ന് പറഞ്ഞിരിക്കുന്ന ചില ദ്രോഹികളെയും നമുക്ക് കാണാം. ഇവർക്കൊന്നും ജാതി മതവും സമുദായവും ഒന്നുമില്ല. അവൻ്റെ ജീനിൽ മനുഷ്യനെ ദ്രോഹിക്കണമെന്നുള്ള ചിന്തയുണ്ട്, ഒരു ചിന്തയുണ്ട്. DNA, അവൻ്റെ DNA അങ്ങനെയാണ്. മറ്റു ചിലരാകട്ടെ നമ്മളെ ശമ്പളം വാങ്ങിക്കുന്ന ആളുകളാണ്, ഇവരാണ് എൻ്റെ മുന്നിൽ ഇരിക്കുന്ന ആളാണ്, എനിക്കൊരു ശമ്പളം തരുന്നതിൽ ഒരു പങ്ക് വഹിക്കുന്ന ആൾ എന്ന് പറഞ്ഞ് നമ്മളെ സഹായിക്കുന്ന ആളുകളുണ്ട്. അവരുടെ നോക്കിയ എല്ലാ ജാതിയിൽപ്പെട്ട ആളുകളുണ്ട്, എല്ലാ മതത്തിൽപ്പെട്ട ആളുകളുണ്ട്, വിവിധ ഭാഷകൾ സംസാരിക്കുന്ന ആളുകളുണ്ട്, വിവിധ പ്രദേശത്ത് ജീവിക്കുന്ന ആളുകളുണ്ട്. ഞാൻ പറഞ്ഞത് ഈ പവിത്രനെ പോലുള്ള ആളുകളുടെ പ്രശ്നം അവരുടെ ജനറ്റിക് പ്രോബ്ലമാണത്. കാരണം അവരുടെ ജീൻ അങ്ങനെയാണ്. അവർക്ക് പാരമ്പര്യമായി സിദ്ധിച്ചിരിക്കുന്ന ആ ജീനിന് അവർക്ക് ചീത്ത പറയാനേ പറ്റുള്ളൂ. അവർ ചീത്ത പറഞ്ഞുകൊണ്ടേ ഇരിക്കും. ജാതി എപ്പോഴൊക്കെ കേരള സമൂഹത്തിലൊരു ചർച്ചയായിട്ടുണ്ട്, അപ്പോഴൊക്കെ പറയുന്ന അല്ലെങ്കിൽ കേൾക്കുന്ന ഒരു കാര്യം സവർണ ഫാസിസം പൊതുവെ ഉപയോഗിക്കുന്നത്. അതൊരു ക്ലീഷയായി തന്നെ മാറിക്കഴിഞ്ഞു ഈ അടുത്തിടെയായിട്ട്. ശരിക്കും അങ്ങനെ ഒരു ഫാസിസം ഉണ്ടോ? താങ്കളുടെ ഒരു റീഡിങ് എന്താണ്? നമ്മൾ നോക്കാമെങ്കിൽ ഫാസിസം എന്നൊരു വാക്കേ ഉള്ളൂ. സവർണ ഫാസിസം എന്ന് പറഞ്ഞൊരു വാക്ക് ലോകത്ത് എവിടെയില്ല. ഫാസിസം എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ സവർണ ഫാസിസം ഉണ്ടെങ്കിൽ അവർണ ഫാസിസം വേണ്ടേ? ബാലൻസ് ചെയ്യണ്ടേ? സവർണ ഫാസിസം വന്നാൽ അപ്പുറത്ത് അവർണ ഫാസിസം വന്നെങ്കിലല്ലേ ഈ ഫാസിസം ബാലൻസ് ചെയ്യപ്പെട്ടു പോകുള്ളൂ. അപ്പോൾ ഫാസിസം എന്ന് പറയുന്ന മനോഭാവമാണ്. ആ ഫാസിസം എന്ന് പറയുന്ന മനോഭാവം സവർണനിലും അവർണനിലും എല്ലാവരിലും ഉണ്ടാകുന്ന ഒരു മനോഭാവമാണ്. അപ്പോൾ ഈ സവർണ ഫാസിസം എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കണം, കേരളത്തിലെ നിലനിന്നിരുന്ന സാമൂഹ്യ വ്യവസ്ഥിതിയോടെ കലഹം ചെയ്ത, അതും വിപ്ലവകരമായി കലഹം ചെയ്ത ആളുകൾ ആരൊക്കെയാണ് എടുത്തു നോക്കി? EMS നമ്പൂതിരിപ്പാട്. നമ്പൂതിരിയാണ് ജാതി ശ്രേണിയിൽ ഏറ്റവും ഉയർന്നിരിക്കുന്ന ബ്രാഹ്മണരാണ്. അദ്ദേഹം 30,000 പറ നെല്ല് പാട്ടം കിട്ടുന്ന ഇളംകുളം മനിക്കലെ തിരുമേനിയാണ്. അതെല്ലാം കടന്നിട്ടാണ് അദ്ദേഹം ഒരു വിപ്ലവത്തിന് ഇറങ്ങി തിരിച്ചത്. കേരളത്തിലെ മുഖ്യമന്ത്രിയാകുമെന്ന് വിചാരിച്ചല്ലോ പിന്നെ EMS നമ്പൂതിരിപ്പാട് തന്നെ ഇറങ്ങിയത്. EMS, AK ഗോപാലന്, MM ഗോവിന്ദൻ നായർ, C അച്യുതമേനോന്, TV തോമസ്, ഇതൊക്കെ എടുത്തു നോക്കിക്കോളൂ. ഇവരെയൊക്കെ ഈ വേണമെങ്കിൽ ഈ സവർണ ഫാസിസം എന്ന് പറയുന്ന ആ ശ്രേണിപ്പെടുത്താവുന്ന ആളുകളാണ്. ഇനി നാളെ ഒരു കാലഘട്ടത്തിലെ ഈ സവർണ ഫാസിസം എന്ന് പറഞ്ഞ് ഈ പിന്നെ ആളുകളെ അപമാനിക്കാൻ ഇറങ്ങിയിരിക്കുന്ന ഈ നികൃഷ്ടജീവികൾ ഇനിയും EMSനെ എന്നാണ് വിചാരണ ചെയ്യുന്നത്? MM ഗോവിന്ദനാരെ AK ഗോപാലിനെ എന്നാണ് വിചാരണ ചെയ്യുന്നത്? എനിക്ക് അറിഞ്ഞുകൂടാ. അതിനൊന്നും മടിക്കത്തില്ല. കാരണം അവരുടെ ജീൻ അതായതുകൊണ്ട് അവരതിന് മടിക്കില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത് സവർണ ഫാസിസം എന്നുള്ള പ്രയോഗത്തെ നമുക്ക് മാറ്റി നിർത്താം. വേറൊരു രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ മുന്നോക്ക വിഭാഗം, പിന്നാക്ക വിഭാഗം, ഇത് കോമൺ ആയിട്ട് എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു പ്രയോഗം തന്നെയാണ് ഇത് രണ്ടും. ശരിക്കും മുന്നോക്ക വിഭാഗം എന്ന് പറയുമ്പോൾ ഹൈന്ദവ പക്ഷത്തേക്ക് നോക്കുകയാണെങ്കിൽ നായന്മാരോട് പ്രത്യേകിച്ച് എന്തെങ്കിലും വിരോധം മറ്റ് സമുദായക്കാർ വെച്ച് പുലർത്തുന്നത്, അതായത് ഈ പറയുന്ന സോക്കോൾഡ് താങ്കൾ നേരത്തെ പറഞ്ഞ എന്താ പറയുക ഇരുകാലി മൃഗം എന്ന് വിശേഷിപ്പിച്ച പവിത്രനെ പോലെ നായർ സമുദായത്തോട് കൃത്യമായ വിരോധം വെച്ച് പുലർത്തുന്ന ഒരു സമീപനം കേരള സമൂഹത്തിൽ ഇപ്പോൾ കാണുന്നുണ്ടോ? കേരള സമൂഹത്തിൽ അങ്ങനെ പൊതുവേ കാണുകയല്ല ചെയ്യുന്നത്. ഞാനതാ പറഞ്ഞത്, ഒറ്റപ്പെട്ട ചില ആളുകൾ. അതിനാണ് ഞാൻ പറഞ്ഞത് ഈ പറയുന്ന ആളുകളുടെ സ്ഥിതി ഏതാണ്. ഉദാഹരണത്തിന് ഞാൻ ഒരു കാര്യം പറയാം. ഈ നമ്മുടെ പിന്നെ അയ്യങ്കാളിയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ചെറുമകൻ എഴുതിയ ഒരു ലേഖനമുണ്ട്. അത് ഞാൻ വായിക്കാം. അത് വായിക്കുമ്പോഴേ നമുക്കതിൻ്റെ ഒരു പ്രത്യേകത അറിയത്തുള്ളൂ. ഈ കുലീനത്വം, അന്തസ്, DNA എന്നൊക്കെ പറഞ്ഞതിന് ഞാൻ പറഞ്ഞ ഏറ്റവും മികച്ച ഒരു ഉദാഹരണങ്ങളിലൊന്നാണത്. അതായത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അടിസ്ഥാന വർഗ വിമോചകൻ മഹാത്മാ അയ്യങ്കാളി എന്ന് പറഞ്ഞ് അയ്യങ്കാളിയുടെ ദൗഹിത്രനും തിരുക്കൊച്ചി നിയമസഭാ സ്പീക്കറുമായിരുന്ന TT കേശവശാസ്ത്രിയുടെ പുത്രനാണ് ഡോക്ടർ TK അനിയൻ. ഞാൻ ജീനാണ് പറയുന്നത്. അയ്യങ്കാളിയുടെ ആ ദൗഹിത്രൻ എഴുതിയിരിക്കുന്ന ലേഖനത്തിലെ
വാചകമാണ് ഞാൻ ഇത് കേരള കൗമുദിൽ 2016 ജൂൺ 18 വന്ന ഒരു ലേഖനമാണ്. അദ്ദേഹം കോട്ട് ചെയ്തിരിക്കുന്നത് 2011 ഫെബ്രുവരി 13 തിരുവനന്തപുരം BJT ഹാളിൽ കൂടിയ ശ്രീമൂലം പ്രജാസഭയിൽ PK ഗോവിന്ദപിള്ള നടത്തിയ പ്രസംഗത്തിൻ്റെ പ്രസക്ത ഭാഗം. അപ്പോൾ സവർണൻ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ തമസ്കരിക്കുന്ന ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാ സവർണനും EMS അടക്കം എല്ലാം പിന്നെ ഫാസിസ്റ്റ് ആവുമ്പോൾ ഗവേഷണം നടത്തുന്ന ഈ നികൃഷ്ടജീവികളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അവരുടെ ലോകത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. അതിനകത്ത് ഗോവിന്ദപിള്ളയുടെ പ്രസംഗം ശ്രീ TK ആന്റണി എഴുതിയിട്ടുണ്ട്. ഡോക്ടർ TK ആന്റണി എഴുതിയിരിക്കുന്നത് സംസ്ഥാനത്തുള്ള പുലയരുടെ ജനസംഖ്യ 5 ലക്ഷത്തിൽ കൂടുതലുണ്ട്. അവരുടെ മൂന്നിലൊരു ഭാഗം വടക്കൻ തിരുവിതാംകൂറിലാണ്. അവർ നേരിടുന്ന വലിയ പ്രശ്നങ്ങളിലൊന്നാണ് പാർപ്പിടമില്ലായ്മയാണ്. അവർക്ക് കൃഷി ചെയ്യുന്നതിനും കുടിൽ കെട്ടി പാർക്കുന്നതിനുമായി കുറച്ച് സ്ഥലം അവരുടെ പേരിൽ പതിച്ചു കൊടുക്കേണ്ടതാണ്. 1911 തിരുവനന്തപുരം BJT ഹാളിൽ കൂടിയ ശ്രീമൂലം പ്രജാസഭയിൽ PK ഗോവിന്ദപിള്ള നടത്തിയ പ്രസംഗമാണ്. ആലോചിച്ചോണ്ട് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്, നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അയ്യങ്കാളിയുടെ ദൗഹിത്രൻ ഡോക്ടർ TK അനിയനാണ്. എന്നിട്ട് അദ്ദേഹം പിന്നീട് എഴുതുകയാണ്, പ്രസംഗം സശ്രദ്ധം കേട്ട ദിവാൻ P രാജഗോപാലാചാര്യരുടെ പ്രഖ്യാപനം പെട്ടെന്നുണ്ടായി. നിയമസഭയുടെ അടുത്ത യോഗത്തിൽ പുലയരുടെ സംഘടനകൾ നേരിട്ട് ബോധിപ്പിക്കുന്നതിനായി ഒരു പുലയ സാമാജികനെ അനുവദിക്കുന്നതാണ്. അങ്ങനെയാണ് സുഭാഷിണി പത്രാധിപരായിരുന്ന പ്രാക്കുളം പത്മനാഭപിള്ള ദിവാന്റെ സുഹൃത്തായിരുന്നു. അദ്ദേഹമാണ് അയ്യങ്കാളിയെ പ്രജാസഭാ മെമ്പറാക്കാൻ ശുപാർശ ചെയ്തത്. ഇത് അനിയൻ എഴുതിയിരിക്കുന്ന ലേഖനത്തിൽ നിന്നാണ് ഞാൻ ഈ പറയുന്നതിൻ്റെ കാര്യം. ഇതിനെ ചരിത്രത്തിലെ ഒരു സവർണ ഫാസിസമായിട്ട് വേണമെങ്കിൽ ഇത് സവർണ ഫാസിസത്തിന്റെ ആദ്യത്തെ ഘട്ടമാണിത്. ഇനിയും അതിനെക്കുറിച്ച് ഒരു ഗസറ്റ് വിജ്ഞാപനം വന്നു. ആ ഗസറ്റ് വിജ്ഞാപനത്തിൽ എഴുതിയിരിക്കുന്ന വാചകമാണ്, സാധുജന പരിപാലന സംഘത്തിൻ്റെ ജനറൽ സെക്രട്ടറി മാന്യ രാജശ്രീ അയ്യങ്കാളി അവറുകളെ തിരുവിതാംകോടെന്നാണ് പറയുന്നത്, തിരുവിതാംകോട് ശ്രീമൂലം പ്രജാസഭ മെമ്പറായി നോമിനേറ്റ് ചെയ്തിരിക്കുന്നു. 1911 ഡിസംബർ 4 തിരുവിതാംകൂർ ഗസറ്റ് വിജ്ഞാപനം 1911. അപ്പോൾ ഈ ഗസറ്റ് വിജ്ഞാപനം അന്നത്തെ കാലത്ത് അവർണർ ഇറക്കിയല്ലോ, സവർണന്മാരല്ലേ ഈ ഗസറ്റ് ഇറക്കുന്നതും ഈ പ്രഖ്യാപിച്ചതും ഒക്കെ. ഇനിയും ജ്ഞാനപീഠ ജേതാവായിരുന്ന G ശങ്കരക്കുറുപ്പ് അയ്യങ്കാളിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ്, മനസ്സിൻ്റെ ഇരുളിൽ ചുരുണ്ടുകൂടേണ്ടി വന്ന മനുഷ്യവിഭാഗത്തിൻ്റെ കണ്ണുനീര് തുടയ്ക്കാനും അപമാനഭാരം ഇറക്കാനും ആ സമൂഹത്തിൻ്റെ ശിരസിനെ നിർഭയം ഉയർത്താനും മനസ്സിനെ പ്രതീക്ഷാ നിർഭരമാക്കാനും കണ്ണുകളെ പുതിയ വെളിച്ചം കൊണ്ട് തിളക്കുവാനും തൻ്റെ ജീവിതം സമർപ്പിച്ച മഹാത്മാവായിരുന്നു അയ്യങ്കാളി. ജ്ഞാനപീഠം ജേതാവായിരുന്ന G ശങ്കരക്കുറുപ്പ് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചാണ്. ഇനി അയ്യങ്കാളിയുടെ പ്രതിമ വെള്ളയമ്പലത്ത് ഇന്ദിരാഗാന്ധി അനാവരണം ചെയ്തു. അന്ന് ജ്ഞാനപീഠം അവാർഡ് ജേതാവായ മറ്റൊരു സവർണനുണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് ONV കുറുപ്പെന്നാണ്. അദ്ദേഹം എഴുതിയ കവിതയാണ്, ആരുടെ ശബ്ദം അടിമത്തത്തിൻ വേരുകളരിയും മഴുവായി ആ മനുഷ്യൻ അയ്യങ്കാളിക്ക് ആദരാഞ്ജലികൾ. ഇത് ONV എഴുതിയ വരികളാണ്. ഇനി വേറൊരു കാര്യത്തിലേക്ക് പോകാം. ഈ അയ്യങ്കാളി വെങ്ങാനൂർ ഒരു സ്കൂൾ സ്ഥാപിച്ചില്ലേ, ആണല്ലോ ഒരു വലിയ ഒരു മാറ്റമല്ലായിരുന്നു. അന്ന് അയ്യങ്കാളി നിരക്ഷരനായിരുന്നു. ഈ സ്കൂളിലാണ് പഠിപ്പിച്ചത്. നിരക്ഷർക്ക് വേണ്ടി സ്കൂൾ സ്ഥാപിച്ചു. നിരക്ഷരെല്ലാം കൂടെ വന്ന് പഠിപ്പിച്ചു. നിരക്ഷരെല്ലാം കൂടെ വന്ന് പഠിപ്പിക്കാൻ ഒക്കത്തില്ലല്ലോ. ആ സ്കൂളിൽ പഠിപ്പിച്ചത്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ കറക്റ്റായിട്ട് പറയുന്നില്ല, വഴുതക്കാടുള്ള ഒരു പരമേശ്വരൻ നായർ അല്ലെങ്കിൽ ഒരു പരമേശ്വരൻ പിള്ള എന്നാണ് എൻ്റെ ഓർമ്മ. അദ്ദേഹമാണ് ആ വഴുതക്കാട്ട് നിന്ന് വെങ്ങാനൂർ നടന്നുപോയി ആ സ്കൂളിലെ കുട്ടികളെ പഠിപ്പിച്ചത്. അപ്പോൾ അന്ന് സ്കൂൾ സ്ഥാപിച്ചപ്പോൾ സ്കൂളിൽ നിരക്ഷരർ പഠിപ്പിക്കാനൊക്കത്തില്ല, സാക്ഷരർക്കേ പഠിപ്പിക്കാനൊക്കത്തുള്ളൂ. അന്നത്തെ സാക്ഷരതയിലെ മുഴുവൻ ആളുകളും സവർണരായിരുന്നു. അതായിരുന്നു സത്യം. പിന്നെ ക്രിസ്ത്യാനികളുണ്ടായിരുന്നു. അപ്പോൾ അന്ന് പഠിപ്പിച്ചത് ക്രിസ്ത്യാനികളില്ല, ഇദ്ദേഹമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ഒരു കാര്യം, ഇതൊക്കെ കേരളത്തിൽ അയ്യങ്കാളി എങ്ങനെ പൊതുസമൂഹം അന്നത്തെ കാലത്ത് ബഹുമാനിച്ചു. ഇന്നും അയ്യങ്കാളിയെ പൊതുസമൂഹം ബഹുമാനിക്കുന്നുണ്ട്. അയ്യങ്കാളിയുടെ ജീനുള്ള ആൾ എങ്ങനെ ഈ കാര്യത്തെ കാണുന്നു, തൻ്റെ മുതുമുത്തച്ഛനെ എങ്ങനെ സമൂഹം കണ്ടിരുന്നു, താൻ ഏത് സമൂഹത്തിലാണ് ജീവിക്കുന്നത്, ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ഇതര സമുദായക്കാർ തങ്ങളോടൊക്കെ എങ്ങനെയാണ് പെരുമാറിയിട്ടുള്ളത് എന്നുള്ളതാണ്. അതേസമയം അടിച്ചമർത്തൽ തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. അടിച്ചമർത്തലുണ്ടായിട്ടുണ്ട്, ചൂഷണം ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് കൊള്ളരുതായ്മകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ സവർണരെ മുഴുവൻ സവർണ ഫാസിസ്റ്റുകൾ എന്ന് പറഞ്ഞ് അധിക്ഷേപിക്കുന്നത് ശരിയല്ല. കാരണം ഈ മാറ്റങ്ങൾക്ക് നേതൃത്വം കൊടുത്തതും
ഈ പറഞ്ഞ പോലെ ഞാൻ ഈ പറഞ്ഞ പോലെ സവർണർ തന്നെയാണ്. മനസ്സിലായി. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ സമകാലിക സാഹചര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ജാതി പറഞ്ഞുള്ള അധിക്ഷേപങ്ങളെക്കുറിച്ച് പറയുമ്പോൾ സമകാലികമായിട്ടുള്ള രണ്ട് വിഷയങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്ന്, സെക്രട്ടേറിയറ്റിലെ ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിൻ്റെ ഓഫീസിലുണ്ടായിരുന്ന ഒരു സ്ത്രീ ട്രാൻസ്ഫർ ആയി പോയപ്പോൾ അവർ കീഴ്ജാതിക്കാരിയാണ്, അവരെ അധിക്ഷേപിച്ചു എന്ന തരത്തിലുള്ള ഒരു ആക്ഷേപം വരുന്നുണ്ട്. കഴിഞ്ഞ കുറേ നാളുകളായി ഈ എന്താ പറയുക, മുന്നോക്ക ജാതിക്കാരൻ പിന്നോക്ക ജാതിക്കാരെ ആക്ഷേപിക്കുന്ന അത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അതൊരു ക്വൈറ്റ് കോമൺ ആയിട്ടുള്ള ന്യായീകരിക്കുന്നതല്ല, പക്ഷെ അങ്ങനെ കേൾക്കുന്നുണ്ട്. പക്ഷേ അതൊന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പോൾ കാണുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നായർ സമുദായത്തെ തിരഞ്ഞു പിടിച്ചുകൊണ്ട് നായരായതുകൊണ്ട് മാത്രം ആക്ഷേപിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ നായർമാരെ എന്തും ആർക്കും പറയാം എന്ന നിലയിലേക്ക് ചില കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. ഇപ്പോൾ നടൻ കൃഷ്ണകുമാറുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നോക്കിയാൽ അതിലൊരു ജാതിയുടെ എലമെൻറ്റ് നമുക്ക് കാണാൻ സാധിക്കും. എയർ ഇന്ത്യ വിമാന അപകടത്തിൽ കൊല്ലപ്പെട്ട ഒരു സാധു സ്ത്രീ, അവർ നായരായതുകൊണ്ട് മാത്രം ആക്രമിക്കപ്പെടുന്നു. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ജാതി വ്യവസ്ഥയുടെ തട്ടുകൾ നോക്കിക്കഴിഞ്ഞാൽ നായർ സമുദായത്തിന് മുകളിലോട്ടും ജാതിയുണ്ട്, നായർ സമുദായത്തിന് താഴോട്ടും ജാതിയുണ്ട്. എന്തുകൊണ്ട് നായന്മാരെ മാത്രം തിരഞ്ഞു പിടിച്ചൊരു ആക്രമണം എന്നുള്ളതാണ് ചോദ്യം. ഈ നായന്മാരെ തിരഞ്ഞുപിടിച്ച ഇത് പറയുന്നതിൻ്റെ കാര്യം ഒന്ന്, തീണ്ടലായിരുന്നു. നായന്മാർ ഈ തീണ്ടലിൻ്റെ എക്സ്പേർട്സ് ആയിരുന്നു. അവർ പിന്നോക്കക്കാരെ ആരും അടുത്ത് വരാൻ സമ്മതിച്ചില്ല എന്നുള്ളതാണ്. അത് ആ കാലം അവിടെ തൊട്ട് തുടങ്ങണമല്ലോ. ഫാസിസം അവിടെ നിന്നല്ലേ തുടങ്ങുന്നത്. അല്ലാതെ ഇപ്പോൾ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഫാസിസം വന്നല്ലേ. ഇവരുടെ ഫാസിസത്തിൻ്റെ വക്താക്കൾ പറയുന്നത് ജനിച്ചപ്പോൾ തന്നെ ഫാസിസ്റ്റ് ആണല്ലോ. ഒരാൾ ഒരു സവർണനായിട്ട് ജനിച്ച അവൻ ഫാസിസ്റ്റ് ആണ്. അതിനകത്ത് വേറെ കാര്യങ്ങളൊന്നും നോക്കണ്ട. SSLC ബുക്കിൻ്റെ 3rd പേജിൽ ഫാസിസ്റ്റ് എന്ന് എഴുതിയാൽ മതി. നായരോ അല്ലെങ്കിൽ ബ്രാഹ്മണൻ എഴുതി, അല്ലെങ്കിൽ ക്രിസ്ത്യാനി ഫാസിസ്റ്റ് ആയിട്ടാണ് വരുന്നത്. അവന് സവർണനിൽപ്പെട്ടാണ്. ശരി. ഇനി ഇതിനകത്ത് തീണ്ടല് ഓരോ ജാതിക്കാരും അവരുടെ തൊട്ടു താഴെയുള്ളവരെ അസ്പർശ്യരായിട്ടാണ് കണ്ടിരുന്നത്. ചരിത്രരേഖയാണ് വായിക്കുന്നത്. ബ്രാഹ്മണർ മുതൽ താഴോട്ടുള്ളവർ തമ്മിൽ പാലിക്കേണ്ട അകലങ്ങൾ നിശ്ചയിക്കപ്പെട്ടിരുന്നു. ബ്രാഹ്മണൻ നായരും തമ്മിലുള്ള ദൂരമെന്ന് പറഞ്ഞാൽ 4 അടിയായിരുന്നു. ബ്രാഹ്മണനും ഈഴവനും തമ്മിലുള്ള ദൂരം എന്ന് പറഞ്ഞാൽ 36 അടിയായിരുന്നു. നായരും ഈഴവനും തമ്മിലുള്ള ദൂരം എന്ന് പറഞ്ഞാൽ 12 അടിയായിരുന്നു. ഈഴവനും പുലയർ പറയർ തുടങ്ങിയ ആളുകളുമായിട്ടുള്ള ദൂരം 36 അടിയായിരുന്നു. അത് ഈഴവൻ്റെ അടുത്ത് 36 അടി വേണ്ടി നിന്ന് പുലയനെ പറയാനോ പറ്റത്തുള്ളായിരുന്നു. എവിടെയാണ് ഈ സവർണ ഫാസിസം കാണുന്നത്? ആലോചിച്ച് നോക്കണം. എല്ലാവരും ഒരു മേലാള വ്യവസ്ഥയുടെ ഭാഗമായി നിന്നു. അതാണ് ഒരു സിസ്റ്റം. അങ്ങനെ ആയിരുന്നു. ആ സിസ്റ്റമൊക്കെ മറന്നു വെച്ചുകൊണ്ട് പിന്നെ ഈ സോഷ്യൽ മീഡിയയിൽ എഴുതുന്ന ഈ പ്രാകൃതന്മാരെഴുതുന്ന വൃത്തികേടുകൾക്ക് നമ്മൾ മറുപടി പറയേണ്ട എന്നുള്ളതല്ല. അതിന് കാരണം ഈ ഒരു സമുദായത്തിന്, പ്രത്യേകിച്ച് നായർ സമുദായത്തിന് മനഃപൂർണ്ണമായി ടാർണിഷിക്കാനുള്ള ഒരു ശ്രമം, പ്രത്യേകിച്ച് നായർ സ്ത്രീകളെ ടാർണിഷിക്കാനുള്ള ശ്രമം സമൂഹത്തിൽ ഈ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളൊരു വാസ്തവമാണ്. ഈ ജാതിവാൽ ഇതിൽ എത്രത്തോളം നിർണായകമാണ്? അതായത് ഒരാളുടെ ജാതിവാൽ കണ്ടു കഴിഞ്ഞാൽ ഇവൻ ആക്ഷേപിക്കപ്പെടേണ്ടവനാണ് എന്നുള്ളൊരു പൊതുബോധം അടുത്തിടെ മലയാളികൾക്ക് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. എസ്പെഷ്യലി ഈ സൈബർ യുഗത്തിൽ ഉണ്ടല്ലോ. സൈബർ യുഗത്തിൽ വന്നിട്ടുണ്ട്. ഈ ജാതിവാലം ഒഴിവാക്കിയാൽ ഈ ആക്രമണം ഇല്ലാതാകും എന്ന് കരുതുന്നു? ഒരിക്കലും ഇല്ല. കാരണം അല്ല, ജാതി ഞാൻ വില്ലേജ് ഓഫീസിൽ ചെല്ലുന്നു. ആദ്യം എന്നോട് ചോദിക്കുന്നു തൻ്റെ ജാതി എന്താണെന്ന്. ഞാൻ ഉദ്യോഗത്തിന് അപേക്ഷിക്കുന്നു. എന്നോട് ചോദിക്കുന്നതിൻ്റെ ജാതി എന്താണെന്നാണ്. എനിക്ക് പബ്ലിക് സർവീസ് കമ്മീഷനിലെ 3 ജോലികൾ നഷ്ടപ്പെട്ടത് എൻ്റെ ജാതി കൊണ്ട് മാത്രമാണ്. കപ്പിനും ചുണ്ടിനും ഇടയ്ക്കാണ് എനിക്ക് നഷ്ടപ്പെട്ടു പോയത്. എനിക്കത് ദുഃഖമൊന്നുമില്ല. അത് വേറെ കാര്യം. കാരണം അതെന്നെ ഫിറ്റസ്റ്റ് ആകാനേ ഉപയോഗിച്ചുള്ളൂ. അടുത്ത ടെസ്റ്റിന് കൂടുതൽ പഠിച്ചിട്ട് പോകാൻ എന്നെ പ്രേരിപ്പിച്ചത് ഈ സംവരണം എന്ന് പറയുന്ന സ്ഥിതിയാണ്. കാരണം എനിക്ക് മെറിറ്റിലേക്ക് കിട്ടുകയുള്ളൂ. എനിക്ക് വേറെ ഒരു ആനുകൂല്യവും കിട്ടില്ല. ഞാൻ സർക്കാർ ബ്രാഹ്മണനല്ല, ഞാൻ സർക്കാർ ശൂദ്രനാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പഠിച്ചേ മതിയാവൂ. അത് എൻ്റെ തലമുറയിലെ എൻ്റെ അച്ഛനും അതാണ് പറഞ്ഞത്. നീ പഠിച്ചെങ്കിൽ മാത്രമേ നിനക്ക് എവിടെയെങ്കിലും രക്ഷപ്പെടാൻ പറ്റുള്ളൂ, വേറെ ആരും നിന്നെ സഹായിക്കാനില്ല. അത് പറഞ്ഞുകൊണ്ട് പഠിച്ചേ പറ്റുള്ളായിരുന്നു. ഞാൻ ചെറിയ ഉദാഹരണം പറയാം. അങ്ങനെ പഠിച്ചുകൊണ്ടാണ് ഈ നായർ സമുദായം നിലനിൽക്കുന്നത്. സർവൈവൽ ഓഫ് ഫിറ്റസ്റ്റ് എന്ന് പറയുന്ന പ്രകൃതി നിയമമല്ലേ. ഉദാഹരണത്തിന് കേരളത്തിലെ സംവരണ വ്യവസ്ഥ വന്നതിന് ശേഷം സംവരണത്തിൻ്റെ ആനുകൂല്യങ്ങൾ കിട്ടാത്തത് ലത്തീൻ കത്തോലിക്കൽ ഒഴിച്ചുള്ള ക്രൈസ്തവർക്കും നായർ ബ്രാഹ്മണ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കുമാണല്ലോ ഈ സംവരണത്തിൻ്റെ ആനുകൂല്യം കിട്ടാത്തവർ. അപ്പോൾ ഈ കഴിഞ്ഞ 2024 ജൂൺ 19 വരെയുള്ള സർക്കാർ ജീവനക്കാരുടെ കണക്കുകൾ ഉബൈദുള്ളയുടെ ചോദ്യത്തിന് മറുപടിയായി സർക്കാർ ഒരു മറുപടി കൊടുത്തു. അത് കാസ്റ്റ് ഡേറ്റാ ബേസ് ഓഫ് എംപ്ലോയേഴ്സിൻ്റെ സർവീസ് കേരള, അതാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് ഉബൈദുള്ളയുടെ ചോദ്യത്തിന് മറുപടിയായിട്ടാണ് പറഞ്ഞത്. അതിനകത്ത് പറയുന്നത് കേരള സർക്കാർ സർവീസിൽ 52.31% അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിപ്പെട്ടവരാണ്. ഇവർക്ക് എല്ലാം സവർണം കൊണ്ടുവന്നാണ് പറയുന്നത്. സർക്കാർ പറഞ്ഞ കണക്കനുസരിച്ച് 52.31% അവർണ സമുദായത്തിൽപ്പെട്ട OBC വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. അതിൽ ഒന്നാമത് ഈഴവ സമുദായമാണ്. ഈഴവരെ 1,15,075 പേരാണ് ഈഴവർ കേരള സർക്കാരിലുള്ളത്. അവർ മെറിറ്റിലും സംവരണത്തിലും കൂടെ വന്ന ആളുകളാണ്.
നായർക്ക് മെറിട്ടല്ലേ ഉള്ളൂ, സംവരണമൊന്നുമില്ല. സംവരണമില്ല. നായന്മാർ കിട്ടിയത് 1,08,12 ആളുകൾ. അവരെങ്ങനെ നിന്നത്? സർവൈവൽ ഓഫ് ഫിറ്റസ്റ്റ് കൊണ്ടാണ്, അല്ലേ? മെറിറ്റ് കൊണ്ട് മാത്രം, മെറിറ്റ് കൊണ്ട് മാത്രമാണ്. അപ്പം സർവൈവൽ ഓഫ് ഫിറ്റസ്റ്റ് പ്രകൃതി നിയമമാണ്. അല്ല സൈബർ ഇടത്തിൽ വന്നിട്ട് പഴയ കാലത്തെ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് ഒരു സമൂഹത്തിനെ അപമാനിക്കാൻ ശ്രമിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഒരു പറയുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, ജൂതന്മാരെ ലോകം മുഴുവൻ വേട്ടയാടിയില്ലേ? വേട്ടയാടിയതുകൊണ്ടാണ് ജൂതൻ്റെ ഫൈറ്റിംഗ് സ്പിരിറ്റ് വന്നത്. ജൂതനെ താലപ്പൊലിയും വേണ്ടി ചുവന്ന പരവതാനി വിരിച്ച് സ്വീകരിച്ചിരുന്നെങ്കിൽ ആ ഫൈറ്റിംഗ് സ്പിരിറ്റ് ജൂതൻ ഉണ്ടാകുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവരെ എത്ര അധിക്ഷേപിച്ചാലും ശരി, ആ കമ്മ്യൂണിറ്റി എന്നുള്ള നിലയിൽ നായർക്ക് നിലനിൽക്കാൻ പറ്റുന്നത് അവൻ സർവൈവൽ ഓഫ് ഫിറ്റസ്റ്റ് പ്രകൃതി വേണ്ട. ഞാനായിട്ട് നായരോട് കൊണ്ടാണ് ഇത് പറയുന്നത്. ഞാൻ ഒരിക്കൽ പോലും ഒരു സവർണ ഫാസിസ്റ്റ് അല്ലാന്ന് എനിക്കറിയാം. കാരണം ഞാൻ പ്രവർത്തിച്ച മേഖലയിൽ ആർക്കും അത് പറയാൻ പറ്റില്ല. എൻ്റെ സുഹൃത്തുക്കളിൽ ബഹുഭൂരിപക്ഷം ആളുകളും എല്ലാ സമുദായത്തിൽ ക്രിസ്ത്യൻ മുസ്ലിങ്ങളൊക്കെ എൻ്റെ സുഹൃത്തുക്കളാണ്. അപ്പോൾ എൻ്റെ തലയിലോട്ടൊന്ന് അടിച്ചേൽപ്പിക്കുകയാണ് ഞാൻ ഫാസിസ്റ്റാണ്. പക്ഷേ എൻ്റെ പേര് കൊണ്ട് ഞാൻ ഫാസിസ്റ്റ് ആണെന്ന് അറിയത്തില്ല. കുറച്ച് മുമ്പ് അന്വേഷിച്ച് ചോദിച്ച ചോദ്യം അതാണ്. അപ്പോൾ എൻ്റെ അച്ഛൻ വളരെ ബുദ്ധിമാനായിരുന്നു. ഇങ്ങനെയൊക്കെ വിളിക്കപ്പെടുന്ന ഒരു പക്ഷേ അദ്ദേഹം ദീർഘദർശനം ചെയ്തുകൊണ്ടായിരിക്കും അദ്ദേഹത്തിൻ്റെ 6 മക്കളിൽ ഒരാൾക്കും ജാതിവാരി ചേർത്തില്ല. എല്ലാം ഞങ്ങൾ കുമാരന്മാരാണ്. ഗോകുമാറും നന്ദകുമാറും ശ്രീകുമാറും പ്രസന്നകുമാറും സഹോദരിമാരുടെ പേരും കുമാരിമാരാണ്. പ്രസന്നകുമാരി ജയയും ഒക്കെ ആയിട്ടാണ് പോകുന്നത്. പിന്നെ ഇനി പറഞ്ഞു വന്നത് ഇത് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ജാതിയില്ല. പക്ഷെ ഒരുത്തിന് എന്നോട് പറയാം, നീ സവർണ ഫാസിസ്റ്റ് ആണെന്ന് പറയുമ്പോഴല്ലേ ഞാൻ പ്രതികരിക്കുന്നത്. അന്നേരം പിന്നെ നമ്മുടെ സ്പിരിറ്റ് പോടാവില്ലേ എന്ന് പറയും. അത് വേറെ കാര്യം. അത് പറയേണ്ട കാര്യം അതും ജീൻ കൊണ്ടാണ്. ഇവനോട് പറയുന്നത് കൊണ്ട് ബ്രാഹ്മണൻ അത് പറയുന്നില്ല. ബ്രാഹ്മണനെ ഇവർക്ക് അടിച്ചമർത്താൻ കഴിഞ്ഞതും നായരെ അടിച്ചമർത്താൻ കഴിയാതെ പോയതിൻ്റെയും കാരണം ഈ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് അവർക്കുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നിലനിൽക്കും. അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. പിന്നെ നായന്മാർക്ക് മാത്രമായി പ്രത്യേക ആനുകൂല്യങ്ങൾ കേരള സമൂഹത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നതിനകത്ത് കാര്യമില്ല. കാരണം വലിയ ആഠ്യ ഈഴവ സമുദായ നേതാക്കന്മാർ ഉണ്ടായിരുന്നു. അപ്പം ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. ക്ഷേത്രങ്ങൾ മുഴുവൻ നായരുടെയാണെന്നാണ് പറയുന്നത്. അങ്ങനെയൊന്നുമല്ല. ഈഴവ പ്രമുഖർ, അതായത് 12 കൊല്ലം കൂടുമ്പോൾ അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ നടത്തിയിരുന്ന പള്ളിപ്പാനയിൽ ചെമ്പകശ്ശേരി രാജാവിനില്ലാത്ത പ്രാധാന്യം അമ്പനാട്ട് മണിക്കർക്കുണ്ടായിരുന്നു. ഇവിടുത്തെ ഏറ്റവും വലിയ ഈഴവ തറവാടാണ് അമ്പനാട്ട് മണിക്കരുടെ. പണിക്കരും പണിക്കത്തിയും ഒരു മുത്തുക്കുടയുടെ കീഴിൽ ആലവട്ടം, വെഞ്ചാമരം, ചങ്ങലവിളക്ക് എന്നിവയുള്ള സ്ഥാനചിഹ്നങ്ങൾ നിരത്തി ശംഖുനാഥം മുഴക്കി അമ്പനാട്ട് കോട്ടയിൽ നിന്ന് അമ്പലപ്പുഴ ക്ഷേത്രത്തിലേക്ക് പോകണം. ഈ ചടങ്ങ് 1942 വരെ നിലനിന്നിരുന്നു. പൊതുസമൂഹമാണ് അമ്പനാട്ട് മണിക്കരെ കൊണ്ട് മുന്നോട്ട് പോയത്, മനസ്സിലാക്കണം. അപ്പോൾ അമ്പനാട്ട് മണിക്കർക്ക് വലിയൊരു സ്ഥാനം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ചെട്ടികുളങ്ങര ക്ഷേത്രത്തിൻ്റെ സ്ഥാനികളെന്ന് പറയുന്നത് അവർ കോമലെഴുത്തുകാരായിരുന്നു. ഈ കോമലെഴുത്ത് കുടുംബത്തിലാണ് AP ഉദയഭാനു ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ആലുമുട്ടി ചാന്നാർ, മഹാരാജാവ് കഴിഞ്ഞ് രണ്ടാമത് കേരളത്തിൽ തിരുവിതാംകൂർ കാറ് വാങ്ങിച്ച ആലുമുട്ടി ചാന്നാരാണ്. ആറാട്ടുപുഴ വേലായുധ പണിക്കർ 1853, അതായത് 1888 ഗുരുദേവൻ അരുവിപ്പുഴം പ്രതിഷ്ഠ നടത്തുന്നത്. അതിനു മുമ്പ് മംഗലത്ത് ആറാട്ടുപുഴ വേലായുധ പണിക്കർ ശിവപ്രതിഷ്ഠ നടത്തി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ ഒരുപാട് പഴയ ഈഴവ കുടുംബങ്ങൾ, ജ്യോതിഷ പണ്ഡിതന്മാർ, സംസ്കൃത പണ്ഡിതന്മാർ, ആയുർവേദ ചികിത്സ നടത്തുന്ന ആളുകൾ, ഇങ്ങനെ വളരെ വലിയ തലത്തിൽ സമൂഹം അംഗീകരിച്ച ഒരുപാട് ആളുകളുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ അത് കഴിവും പ്രാപ്തിയും കുലീനത്വവും ആഭിജാത്യവും ഉള്ളവരെ പൊതുസമൂഹവും സർക്കാരും ജാതി മത വ്യത്യാസമൊന്നും കൂടാതെ തന്നെ ആദരിക്കുന്നുള്ളതിൻ്റെ ഉദാഹരണം ഞാനിത് പറഞ്ഞു. അത് പണ്ടും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈഴവ കുടുംബങ്ങൾ പണ്ടും ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്, ആ ജീനിൽ വന്ന ആളുകൾ, അതായത് ഇത്തരം ആളുകളുടെ പിൻതലമുറയിൽപ്പെട്ട ആളുകൾ, പക്ഷേ എല്ലാ സമൂഹത്തിലെന്ന പോലെ അവിടെയും പിടിച്ചു പറിക്കാനും വ്യഭിചരിക്കാൻ പോകുന്നവനും പോക്കറ്റടിക്കാൻ പോകുന്നവനും ഒക്കെ ഉണ്ടായിരുന്നു. അവർക്ക് പിൻതലമുറക്കാർ ഇവിടെ ഇല്ലേ? എല്ലാ സമുദായങ്ങളിലും ഉണ്ട്. എല്ലാ സമുദായം, ഞാനത് പറഞ്ഞ ജീൻ എന്ന് പറയുന്ന എല്ലാ സമുദായങ്ങളിലും. അതാണ് ആദ്യം പറഞ്ഞത്. അപ്പോൾ ഒരു വിഷയത്തോടെ പ്രതികരിക്കുമ്പോൾ ഇങ്ങനെ പ്രതികരിക്കുന്നതിന് എനിക്ക് അവരോട് സഹതാപമാണ്. അവൻ്റെ ജീൻ അതാണ്, മനസ്സിലായി. അതാണ് എൻ്റെ കാര്യം. ഇപ്പോൾ താങ്കൾ പറഞ്ഞതിൻ്റെ ഒരു രത്നചുരുക്കമായിട്ട് നമുക്ക് ഇങ്ങനെ നിർത്താം. അതായത് വ്യവസ്ഥിതികൾ ഒരുപാട് മാറി, ഇനി വേണ്ടത് മനസ്ഥിതികളാണ് മാറേണ്ടത്. അത് പവിത്രന്മാർക്ക് ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടി നമുക്ക് കാത്തിരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.